ഹലോ ഗൈസ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫെറ്റ്ല. സോ നമ്മുടെ സോക്ക് പ്ലേലിസ്റ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു അടുത്ത വീഡിയോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ഇൻസിഡൻസ്, ഇവൻറ്റ്സ് ആൻഡ് ലോഗിങ്. എന്താണ് ഇൻസിഡൻറ്റ്, അതുപോലെ തന്നെ ഇവൻ്റ് എന്താണ്, അതുപോലെ തന്നെ ലോഗ് ഇതെന്താണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കൽ ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ സോക്കിലേക്ക് വരുന്ന സമയത്ത്. സോ നമുക്കതെന്താ ഓരോന്നോരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവൻ്റാണ്. എന്താണ് ഇവൻ്റ് എന്ന് പറഞ്ഞത്? ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിനകത്ത് നമ്മുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് പവർ ഓൺ ചെയ്യുന്നു, അതൊരു ഇവൻ്റാണ്. നമ്മൾ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുന്നു, അതും ഒരു ഇവൻ്റാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ആൻ ഇവൻ്റ് ഈസ് ആൻ ഒബ്സർവ്ഡ് ചേഞ്ച് ഇൻ ദ ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് എ സിസ്റ്റം, നെറ്റ്വർക്ക്, പ്രോസസ്, വർക്ക് ഫ്ലോ ഓർ പേഴ്സൺ. അതായത് ഒരു സിസ്റ്റത്തിനകത്ത് വരുന്ന ഡേ ടു ഡേ ചേഞ്ചസ് ഒബ്സർവ് ചെയ്യുന്ന അതിനെ ആണ് നമ്മളെന്ത് പറയുന്നത്, ഒരു ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താവും, മേ ബി എന്ത് ചെയ്യും, ഒരു സെക്യൂരിറ്റി വയലേഷന് ഉദാഹരണമാവുന്ന തരത്തിലുള്ള ഒരു ഇവൻ്റ് ആയിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇവൻ്റാണ്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലോഗ് വിത്ത് സ്പെസിഫിക് കോണ്ടാക്ട്സ് ജനറേറ്റഡ് ഫ്രം വേരിയസ് ഡിവൈസ് ഓൺ ദ നെറ്റ്വർക്ക്. അപ്പോൾ നെറ്റ്വർക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതുപോലുള്ള മാറ്റങ്ങളെ നമുക്ക് എന്ത് പറയാം, ഇവൻ്റ് എന്ന് പറയാം. ദീസ് ഇവൻറ്റ്സ് ആർ സ്റ്റോർഡ് ആസ് ലോഗ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഇവൻറ്റിനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇവൻ്റ് എല്ലാം എന്ന് പറഞ്ഞാൽ എന്താ, ഇവൻ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും, ലോഗ് എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, തെറ്റായിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സക്സസ്ഫുൾ അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ആയിട്ടുള്ളൊരു ഇവൻ്റാണ് അവിടെ നടക്കുന്നത്, അല്ലേ? ലോഗിൻ സക്സസ്ഫുൾ ആൻഡ് ഫെയിലിയർ ഇവൻറ്റ്സ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ഇവൻറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ നമ്മളെ പാസ്വേഡ് തെറ്റിച്ച് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു ഫെയിലിയർ ഇവൻ്റായിട്ട് രേഖപ്പെടുത്തും. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതോടുകൂടി അത് ലോഗായി മാറാണ്. അപ്പോൾ ലോഗ് നമുക്ക് നോക്കാം. ലോഗ് ഈസ് എ കളക്ഷൻ ഓർ ഇൻഫർമേഷൻ ഡാറ്റ ഓൺ ഇവൻറ്റ്സ്. കേട്ടോ, ഈ ഒരു ഇവൻറ്റ്സിനകത്ത് വരുന്ന ഡാറ്റാസിന് ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് വെച്ച് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാകും. സിസ്റ്റത്തിൽ നിന്ന് വരാം ഈ ഒരു ഇവൻറ്റ്സ് വരുന്നത്, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ആപ്ലിക്കേഷനിൽ നിന്ന് വരാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് വരാം, സർവീസിൽ നിന്ന് വരാം. ഇത്തരത്തിൽ നിന്നൊക്കെ വരുന്ന ഇവൻറ്റിന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതോട് കൂടി അതെന്തായി, അതൊരു ലോഗായി മാറി. ലോഗിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ആൻഡ് സ്റ്റോറിംഗ് ലോഗ്സ് ഓഫ് ദ ഇവൻറ്റ് ദാറ്റ് ഒക്കർ ഇൻ ദ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിനകത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇവൻറ്റ്സിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ലോഗ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സോക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഇതിന് ഇമ്പോർട്ടൻസ് വരാൻ കാരണം, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ദാറ്റ് പ്രൊവൈഡ്സ് ദ ഐഡിയ to talk about the flaws or problem and also helps to detect and attack fraud and inappropriate use of data. ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഒരു വീട്ടിലൊരു കളവ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എവിഡൻസ് എന്ന് പറയുന്നത്, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടും, അല്ലേ? ഫിംഗർ പ്രിൻ്റ് പോലുള്ള. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് നമുക്ക് ആ ക്രൈം തെളിയിക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോഗും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അറ്റാക്കറിലേക്ക് എത്താനുള്ളൊരു വഴിയായിട്ട് നമുക്ക് ലോഗിനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ എക്സാമ്പിൾ ഓഫ് ലോഗ്, ട്രയൽ ഓഫ് ലോഗിൻ ഫെയിലിയർ ഇവൻറ്റ്സ് ഫോളോഡ് ബൈ ലോഗിൻ സക്സസ്ഫുൾ ഇവൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ലോഗിൻ ഇത് പറയുന്നതെന്ന് വെച്ചാൽ തെറ്റായിട്ട് നമ്മൾ പല പ്രാവശ്യം എന്ത് ചെയ്തു, ഇതുപോലെ പാസ്വേഡ് നമ്മൾ തെറ്റിച്ചടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, കറക്റ്റായിട്ട് ലോഗിൻ ചെയ്തു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് ഇങ്ങനെ ലോഗിൻ ഫെയിലിയർ അടിച്ച് പിന്നെ ഒരു ലോഗിൻ സക്സസ്ഫുൾ ആവുന്ന നേരത്തെ അത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആവാം. അങ്ങനെയുള്ള ലോജിക്കും കാര്യങ്ങളും ഉണ്ടല്ലോ, അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക. അപ്പോൾ അതാണ് ലോഗിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസിഡൻറ്റ് ഈസ് എനി ഇവൻറ്റ് ദാറ്റ് ക്യാൻ അഫക്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇവൻറ്റ് പലതരത്തിലും ഉണ്ടാകാം, അല്ലേ? പവർ ഓഫ് ചെയ്യുന്നൊരു ഇവൻ്റാണ്. പക്ഷേ ഒരു സെക്യൂരിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ഇൻസിഡൻറ്റ് എന്ന് പറയും. വൺ ഓർ മോർ ഇവൻറ്റ്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആസ് ആൻ ഇൻസിഡൻറ്റ്, ഇല്ലേ? ഇപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലോഗിൻ ഫെയിലിയർ ആയിട്ടുള്ള പലതരം ഇവൻറ്റ്സിന് ശേഷം അല്ലെങ്കിൽ ആ ലോഗിന് ശേഷം അവസാനം എന്ത് വരുന്നുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് ലോഗിൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും വരുന്ന പെർട്ടിക്കുലർ ഇവൻറ്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളെന്ത് പറയുന്നത്, ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടെന്ന്. ഇറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ഇൻറ്റൻഷ്യലി ഓർ അൺഇൻറ്റൻഷ്യലി. ഓക്കെ, ഇൻറ്റൻഷ്യലി നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ അൺഇൻറ്റൻഷ്യലിയും ഇതുപോലെ ഇൻസിഡൻറ്റ് നടക്കാവുന്നതാണ്. അപ്പോൾ ഒരു എക്സാമ്പിളാണ്, ഇൻസിഡൻറ്റിന് ഒരു എക്സാമ്പിളാണ് ഇത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ ഇത്തരം കാര്യങ്ങളാണ് ഇവൻറ്റ്, ലോഗ്, ഇൻസിഡൻറ്റ്. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വരുന്ന എന്ത് തരത്തിലുള്ള ചേഞ്ചിനെ നമുക്ക് എന്ത് പറയാം, ഇവൻ്റ് എന്ന് പറയാം. ലോഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവൻറ്റിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ലോഗ് എന്ന് പറയാം. ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ത്രെറ്റോ തരത്തിലുള്ള സെക്യൂരിറ്റിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇവൻറ്റ്സിനെ നമ്മൾ എന്ത് പറയും,
ഇൻസിഡൻറ്റ് എന്ന് പറയാം. അത് ഒരൊറ്റ ഇവൻ്റ് ആയിരിക്കില്ല, മൾട്ടിപ്പിൾ ഇവൻറ്റ് കൂടി ചേർന്നായിരിക്കാം ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണോ, അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷനിൽ നിന്നും കരിയർ സ്വിച്ച് ചെയ്ത് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിലേക്ക് വരാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഫെറ്റ്ല ടയർ 1 പ്രീമിയം പേഴ്സണൽ ട്രെയിനിംഗ് വഴി നിങ്ങൾക്കും സൈബർ സെക്യൂരിറ്റി പഠിക്കാം. 1-to-1 മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങളും ട്രെയിനറും മാത്രമേ ക്ലാസ്സിലുണ്ടാവൂ, അതും നിങ്ങളുടെ ആവശ്യാനുസരണം സിലബസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട്. കഴിഞ്ഞില്ല, എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞങ്ങളുടെ പോളിസി പ്രകാരം ഫുൾ എമൗണ്ട് റീഫണ്ടും. ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, ദെൻ ടിപ്പിക്കൽ ലോഗ് സോഴ്സസ് ആണ് ഈ കാണുന്നതെല്ലാം. നമ്മുടെ എന്തായിരുന്നു ടിപ്പിക്കലായിട്ടുള്ള ലോഗ് സോഴ്സസ് ആണ്. അതിലെന്തെയ്യുന്നുണ്ട്, VPN യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ VPNൻ്റെ ലോഗ് വരാം, IPS ഉണ്ടെങ്കിൽ IPS IDS അതിൻ്റെ എല്ലാം ലോഗ് വരാം, ഫയർവാളിൻ്റെ ലോഗ് വരാം, അതുപോലെ റൗട്ടറിൻ്റെ ലോഗ് വരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ലിനക്സ്, വിൻഡോസ് ഇതിൻ്റെ എല്ലാം ലോഗ് വരാം. ഇങ്ങനെ പല തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ലോഗ് സോഴ്സസ് ആയിട്ടുണ്ട്. നമ്മളൊരു എന്ത് കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ട് അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ഡിവൈസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ട് അതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ലോഗ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ ടിപ്പിക്കൽ ലോഗ് ഫോർമാറ്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ലോഗ് ഫയൽ കണ്ടെയ്ൻ വേരിയസ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ വിച്ച് ഹെൽപ്പ് പ്രൊവൈഡ് വാല്യുബിൾ ആൻഡ് ആക്ഷനബിൾ ഇൻഫർമേഷൻ. ഓക്കെ, സോ ഒരു ലോഗിനകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ ആണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരായിട്ട് നോക്കാം. ടു ഐഡൻറ്റിഫൈ ആക്ഷനബിൾ ഇൻഫർമേഷൻ ഫ്രം ദ ലോഗ്സ്, പ്രോപ്പർ ലോഗ് അനാലിസിസ് ആൻഡ് മോണിറ്ററിംഗ് ഈസ് റിക്വയർഡ്. നമുക്കൊരു ലോഗ് കിട്ടിയാൽ മാത്രം പോരാ, അത് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അനാലൈസ് ചെയ്യണം, അതുപോലെ മോണിറ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ലോഗിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു ഉപയോഗം ഉണ്ടാവുള്ളൂ. നമുക്ക് ലോഗ് ഉണ്ട്, അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അറ്റാക്കോ കാര്യങ്ങളോ നടന്നാൽ അതിലേക്ക് എത്താനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ലോഗിനെ നമ്മൾ ഏതൊരു സമയം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, അതുപോലെ തന്നെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ലോഗിനകത്ത് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ലോഗിനകത്ത് ഒരു ലോഗിനകത്ത് ഉണ്ടായിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? ഒന്ന് യൂസർ ഐഡൻറ്റിഫിക്കേഷൻ ഇൻഫർമേഷൻ. അതിനകത്ത് എന്തൊക്കെ വരാം, യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ പേരോ കാര്യങ്ങളോ മേ ബി ഉണ്ടാവാം. അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം. ഓക്കെ, ഡേറ്റും ടൈമും ഉണ്ടാകും, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പിന്നെ എന്ത് തരം ഇവൻ്റാണ്, ഫെയിലിയർ ആയിട്ടുള്ളൊരു ഇവൻ്റ് ആണെന്നുള്ള കാര്യം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സക്സസ്ഫുൾ ഓർ ഫെയിലിയർ ഇൻഡിക്കേഷൻ, അതിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സക്സസ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫെയിലിയർ ആണോ എന്നുള്ള ഇൻഡിക്കേഷൻ പ്രത്യേകം കാണിക്കുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നുള്ള ഇവൻ്റ് ആവാം, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള ഇവൻ്റ് ആവാം, അതുപോലുള്ള കാര്യങ്ങളായിരിക്കും. ദെൻ അതുപോലെ തന്നെ ഇവൻ്റ് ഒറിജിനേഷൻ പോയിന്റ്, ഇത് ഇവിടെ നിന്നാണ് ഈ ഒരു ഇവൻ്റ് വന്നേക്കും. ഇപ്പോൾ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏത് IP-ൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ മേ ബി ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവാം, ആ ഒരു ലോഗ് എന്താണെന്നുള്ള കാര്യം, ഇതിനകത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്തെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിന് മൊഡ്യൂൾസ് ഉണ്ടാകാം, അതുപോലെ തന്നെ സിവിയറിറ്റി, ഇത് ഇൻഫോ ആണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ സർവീസ് നെയിം, ഇത് എന്തുതരം സർവീസ് ആണെന്ന് കൊടുക്കുന്നത്, അപ്പോൾ അതും അതിനകത്ത് ഉൾപ്പെടാം. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും ഒറ്റ ലോഗിൽ ഉണ്ടാവണമെന്നല്ല, പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രോട്ടോകോൾസ് ഉണ്ടാകും. ഇപ്പോൾ ഒരു വെബിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് HTTPS, അതുപോലുള്ള പ്രോട്ടോകോൾസ് അതിനകത്ത് ഉണ്ടാകാം. അതുപോലെ തന്നെ യൂസർ ഉണ്ടാകാം, ഏത് യൂസറാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലോഗിനെ പറ്റിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇൻസിഡൻറ്റ് ഇവൻറ്റ്സ് ഇതിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റ് ഇനിയും വീഡിയോസ് വരുന്നുണ്ട്, അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുവരെ താങ്ക് യു ഓൾ.